ഹലോ, നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് ഭയങ്കര സിമ്പിൾ ആണേ. ഒരുപാട് പാത്രങ്ങളൊന്നും വേണ്ട, നമുക്ക് ഒറ്റ കുക്കറിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഇത്രയും മതി കേട്ടോ. പിന്നെ ചിക്കനും അരി അങ്ങനെയുള്ള സാധനങ്ങൾ വേണം, അല്ലാതെ അരിഞ്ഞു വെക്കാൻ വേണ്ടി ഇത്രയും മതി. നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കർ നന്നായിട്ട് ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക, അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. അത് നന്നായിട്ട് വഴന്നു വന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴറ്റി വന്ന് തക്കാളി ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് സോട്ടായി വന്നതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കഴുകി വെച്ചേക്കണ ചിക്കൻ ചേർക്കുക. കുറച്ച് യോഗട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്കിനി അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കാം കേട്ടോ. വിസിൽ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തു കേട്ടോ. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി കഴുകി വെച്ചേക്കണ റൈസ് ചേർക്കണം. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. അപ്പം അതിന് ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഓൾറെഡി ചിക്കൻ കറിയിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ്സേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂടാക്കിയ വെള്ളം ഒഴിക്കുന്നേ. ഇനി ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിലും കൂടെ കേൾപ്പിക്കണം കേട്ടോ. അതും കൂടെ കഴിയുമ്പോഴേക്കും ബിരിയാണി സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്കിനി ആ ഒരു വിസിൽ കേൾപ്പിച്ചതിന് ശേഷം ഓഫാക്കാം. എന്നിട്ട് തുറക്കാം. ബിരിയാണി റൈസ് എല്ലാം നല്ല കുക്കായി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അടിപൊളി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാൻ നോർമലി കൈമ റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കുറച്ച് വലിയ ബസ്മതി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കണേ. അതുകൊണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൈസും ചിക്കനും കൂടെ ഒരുമിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാവുമ്പോഴേക്കും ആ റൈസിലും കൂടെ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരൊറ്റ പാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ.